പാകിസ്ഥാനെ UN-ൽ ഇന്ത്യ വലിച്ചു കീറി എന്നാണ് പറയുന്നത്. അതായത് പാകിസ്ഥാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. എന്താ ശരിക്കും UN-ൽ നടന്നത്? അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായ ആ ഒരു നാണക്കേടിനെ ഇരവാദം കൊണ്ട് നേരിടാനായിരുന്നു UN-ൽ പാകിസ്ഥാൻ ശ്രമിച്ചത്. കാരണം ഇന്ത്യ വെള്ളം തടഞ്ഞു വെക്കുന്നു, ഇൻഡസ് വാട്ടർ ട്രീറ്റി, സിന്ധു നദീജല ആ ഒരു ഉടമ്പടി പ്രകാരമുള്ള വെള്ളം ഞങ്ങൾക്ക് തരുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ഇരവാദമാണ് പാകിസ്ഥാൻ UN-ൽ ഉയർത്താൻ ശ്രമിച്ചത്. വാട്ടർ ഈസ് ലൈഫ് ആൻഡ് നോട്ട് എ വെപ്പൺ ഫോർ വാർ. അതായത് വെള്ളമെന്നാൽ ജീവനാണ്, അല്ലാതെ ഒരു യുദ്ധ ഉപാധി അല്ല എന്ന തരത്തിലുള്ള ഒരു വാദമാണ് പാകിസ്ഥാൻ UN രക്ഷാസമിതിയിൽ ഇന്ത്യക്കെതിരെ ആരോപണമായി ഉന്നയിച്ചത്. എന്നാൽ ഇന്ത്യൻ അംബാസിഡർ പർവതനേനി ഹരീഷ് അദ്ദേഹം പാകിസ്ഥാനെ എടുത്തുടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൃത്യമായ മറുപടി, അതായത് 4 പാരഗ്രാഫിൽ പാകിസ്ഥാൻ അംബാസിഡർ വയറ് നിറയെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാന സംഗതി ഈ പറയുന്ന വെള്ളം പാകിസ്ഥാൻ ഇല്ലാതാക്കിയതിൻ്റെ കാരണം അവർ തന്നെയാണ്. കാര്യം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അത് പലതവണ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതിന് യാതൊരു നടപടിയും എടുത്തില്ല. അതിൻ്റെ പരിണിത ഫലമാണ് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുമാത്രമല്ല, പാകിസ്ഥാൻ ഈസ് ദ എപ്പിക് സെൻറ്റർ ഓഫ് ഗ്ലോബൽ ടെറർ എന്നാണ് ഇന്ത്യൻ അംബാസിഡർ വിശേഷിപ്പിച്ചത്. അതായത് എപ്പിക് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പകർച്ചവ്യാധി, ഭീകരവാദമെന്ന പകർച്ചവ്യാധിയുടെ ആഗോള പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 4 പോയിന്റുകളായിട്ടാണ് പാകിസ്ഥാന് ഇന്ത്യ മറുപടി കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രധാന സംഗതി എന്തുകൊണ്ട് ഇത് അതായത് ജലം നിഷേധിച്ചു എന്നുള്ളതിനുള്ള കൃത്യമായ മറുപടി പറയുന്നു. അതിൽ പറയുന്നു, ഇന്ത്യ ഹാസ് ഓൾവേസ് ആക്റ്റഡ് ആസ് എ റെസ്പോൺസിബിൾ മാനർ ആസ് എ അപ്പർ റിപ്പാരിയോൺ സ്റ്റേറ്റ്. ഈ റിപ്പാരിയോൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ നമുക്കറിയാമല്ലോ, നദി ഏതെങ്കിലും മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കും, അത് മുകളിൽ നിന്ന് താഴേക്കാണ് ഒഴുകുക. അപ്പോൾ മുകളിലുള്ള ആ ഒരു വശത്തെയാണ് നമ്മൾ അപ്പർ റിപ്പാരിയൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുക. അതായത് സ്വാഭാവികം നമുക്ക് നദിയുടെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താനൊക്കില്ല, അത് മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്ത്യയുടെ ആ ഭാഗമാണ് ഈ മുകളിലുള്ള ഭാഗം. അപ്പോൾ ആ ഒരു നാട്, ആ ഒരു രാജ്യം എന്ന നിലയിൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ്. കാര്യം ഈ വെള്ളം ഒരു പരിധിക്കപ്പുറം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. എന്നാൽ അത് പാകിസ്ഥാന് നമ്മൾ കൊടുത്തേ മതിയാകൂ. കാരണം മുൻപും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായപ്പോൾ ഇന്ത്യ ഈ വെള്ളം തടഞ്ഞു നിർത്തുന്ന ഒരു നടപടി സ്വീകരിച്ചിരുന്നില്ല. അത്ര ഒരു ഉത്തരവാദിത്വത്തോടെയാണ് പാകിസ്ഥാനോടുള്ള ഇന്ത്യൻ സമീപനം. എന്നാൽ ഈ പുതിയ സാഹചര്യത്തിൽ പുതിയ അന്തരീക്ഷം മൊത്തത്തിൽ മാറി. പാകിസ്ഥാനോട് കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവർ നടപടിയെടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു, ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ ആമുഖം അവസാനിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം. എന്നാൽ പാകിസ്ഥാൻ ഒരു കാലത്തും ഇന്ത്യയോട് സൗഹൃദപരമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. അവർ ഭീകരവാദം നടത്തുന്നു. ഏതാണ്ട് എണ്ണം പറയുന്നു, അതായത് കഴിഞ്ഞ 40 വർഷം കൊണ്ട് മാത്രം 20,000-ഓളം ഇന്ത്യക്കാർ പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ ഇരകളായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ അംബാസിഡർ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് തീവ്രവാദി ആക്രമണങ്ങൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട്. പിന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കൽ മാത്രമല്ല, ഇതുമൂലം ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നു, മതമൈത്രി തകർക്കുന്നു, ആ പ്രദേശത്തെ സാമ്പത്തിക അഭിവൃദ്ധിയെ തകർക്കുന്നു. പിന്നെ രണ്ടാമതായിട്ട് ഇതെല്ലാം നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി രണ്ടാമതായി ഉന്നയിച്ച കാര്യങ്ങൾ, ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ ഭാഗമായിട്ടുള്ള ഈ ഡാമുകളെല്ലാം തന്നെ സുരക്ഷാ ഭീഷണിയെ നേരിടുന്നുണ്ട്. എന്നാൽ ഇതിന് കൃത്യമായ അറ്റകുറ്റപ്പണികളോ മറ്റു കാര്യങ്ങളോ നടത്താനായിട്ട് പാകിസ്ഥാൻ ഒരു കാലത്തും സന്നദ്ധരായിട്ടില്ല. അതുമാത്രമല്ല, 2012 താൽബുൾ നാവിഗേഷൻ പ്രൊജക്റ്റ്, ജമ്മു കാശ്മീരിലെ ഈ പദ്ധതിക്ക് നേരെ പോലും ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ മൂന്നാമതായി ഇന്ത്യ ഉന്നയിച്ച കാര്യം, ഈ നമ്മുടെ രാജ്യത്തും സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം ഇതിൻ്റെ ഉത്ഭവം ഇന്ത്യയിലാണെങ്കിലും അതിൻ്റെ ഗുണഭോക്താക്കൾ ഏറിയ പങ്കും പാകിസ്ഥാനാണ്. എന്നാൽ ഇന്ത്യയിൽ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ ജനസംഖ്യയിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എനർജി കൺസപ്ഷൻ കൂടിയിട്ടുണ്ട്. ഈ കുടിവെള്ള പദ്ധതി, അതോടൊപ്പം തന്നെ ജലവൈദ്യുത പദ്ധതികളുടെ സാധ്യത ഇന്ത്യക്ക് ആരായണം. അതോടൊപ്പം തന്നെ കൃഷിയും വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൻ്റെ ആവശ്യം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ഈ കരാർ പുതിയ സാഹചര്യത്തിൽ ഒന്ന് പുനരേകീകരിക്കണം എന്ന് ഇന്ത്യ പലപ്പോഴായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിന് പാകിസ്ഥാൻ വഴങ്ങിയിട്ടില്ല. പിന്നെ മൂന്നാമത് ഉന്നയിച്ച കാര്യം,
ഈ 2 വർഷമായി ഈ കരാർ പുതുക്കണമെന്ന പാകിസ്ഥാനോട് ഇന്ത്യ നിരന്തരമായി ആവശ്യപ്പെടുന്നു. എന്നാൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ എണ്ണിയുള്ള കൃത്യമായ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ തന്നെ പാകിസ്ഥാൻ ഇത്ര വലിയൊരു ഭീകരവാദ പ്രവർത്തനം നടത്തുമ്പോഴും ഈ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താനായിട്ടുള്ള ഒരു ഇരവാദം, അതായത് കുടിവെള്ള പ്രശ്നം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നമാണ്, വെള്ളം കിട്ടാതെ ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം, കൃഷി നശിക്കുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇരവാദത്തിനായിരുന്നു പാകിസ്ഥാൻ മുതിരുവെന്ന് നമുക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതിൽ അതിൻ്റെ ആദ്യപടി എന്ന നിലയിലാണ് ഇപ്പോൾ UN പാകിസ്ഥാൻ ഇത്തരം ഒരു വാദഗതിയുമായി വന്നത്. എന്നാൽ ഇന്ത്യൻ അംബാസഡർ കണക്കിന് മറുപടി കൊടുത്ത ആ ഒരു പ്രചാരണം മുനയിൽ തന്നെ ഓടിച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ ഉറപ്പായിട്ട് നമുക്കറിയായിരുന്നു ഇത് UN കൊണ്ടുപോകുന്നത്. പണ്ടും പാകിസ്ഥാൻ ഇത് തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒരു ഉഭയകക്ഷി പ്രശ്നമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നതും ആ രീതിയിലാണ് ഇടപെടുന്നതും. പക്ഷേ പാകിസ്ഥാന് ഈ പറയുന്ന പ്രശ്നമല്ല, ലോകത്ത് മൊത്തം നിലവിളിച്ചറിയിച്ച് ഈ പ്രശ്നത്തിനെ ഇന്ത്യക്കെതിരായി കൊണ്ടുപോവുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം. പക്ഷേ അതിവിടെ വിലപ്പോവില്ല. കാരണം മോദി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വെള്ളവും ചോരയും ഒരുമിച്ച് ഒഴുകില്ല എന്ന്. അതിന് കാര്യം ഈ പറയുന്ന എന്തുകൊണ്ടാണ് നമ്മൾ വെള്ളം കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഇത് റദ്ദാക്കുമ്പോൾ നിങ്ങളെപ്പോൾ ഈ ഭീകരരെ ഇന്ത്യക്ക് കൈമാറുമോ അന്ന് മാത്രമേ വെള്ളം വിട്ടുകൊടുക്കുകയുള്ളൂ. ഭീകരരെ കൈമാറട്ടെ, എന്നാൽ വിട്ടുകൊടുക്കാം. പാകിസ്ഥാനിൽ ഈ പറയുന്ന ഇസ്ലാമാബാദിൽ ഒളിച്ചു കഴിയുന്ന പട്ടാൻകോട്ടിലും പെഷവാറിലും ഈ പറയുന്ന ഇസ്ലാമാബാദിലും ഒക്കെ ലാഹോറിലും അവർ അറസ്റ്റിലാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. ഒരിക്കലുമല്ല. അവർ സുഖസമൃദ്ധമായി അവിടെ ജീവിക്കുകയില്ലേ. ലാദൻ എങ്ങനെയാണ് പാകിസ്ഥാനിൽ കഴിച്ചിരുന്നത്? സുഖമായിട്ടൊരു വലിയ വീട്ടിൽ എല്ലാ സന്നാഹങ്ങളോടും ഭാര്യമാരും ഈ പറയുന്ന ജോലിക്കാരും അനുയായികളും എല്ലാമായി ജീവിച്ചിരുന്നില്ല. അതേമാതിരി ഈ പറയുന്ന സകല ഭീകരന്മാരും അവിടെ തന്നെയാണ് കഴിയുന്നത്. വീട്ടുതടങ്കലെന്ന് പറയും. പക്ഷേ സുഖസമൃദ്ധമായ വീട്ടുതടങ്കലാണെന്നേ ഉള്ളൂ. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, സംരക്ഷണയോടുകൂടി. അവരുടെ എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയേക്കാൾ സുരക്ഷ ഇവർക്ക് കൊടുക്കുന്നുണ്ടെന്നാണ്. കാരണം അവരെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ആൾക്കാരാണല്ലോ. കാരണം സൈന്യത്തിനെ പോലും നിയന്ത്രിക്കുന്ന ഈ ഭീകരവാദികളാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഭീകരതയെ അല്ലാതെ മറ്റൊന്നിനെയും പാകിസ്ഥാൻ പിന്തുണയ്ക്കാനില്ല. പാകിസ്ഥാൻ ഈ പറയുന്ന ഭീകരത വളർത്തിയിട്ട് എന്തായി? സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ വെടിവെച്ച് കൊന്നില്ലേ പാകിസ്ഥാൻ? അതായത് പെഷവാറിലെ സ്കൂളിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ എത്ര കുട്ടികളാണ് മരിച്ചത്? പാകിസ്ഥാൻ അയൽവക്കക്കാരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പാമ്പിനെ വളർത്തിയത്. പക്ഷേ ആ പാമ്പ് സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ കടിച്ചു കൊന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. പക്ഷേ നിരന്തരമായി ഈ പറയുന്ന പാകിസ്ഥാന് ഇത് തന്നെയായിരിക്കും വിധി, ഭീകരത വളർത്തുന്നതുകൊണ്ടുള്ളത്. ഈ ഹാഫിസ് സയ്യിദ്, സാജിദ് മിർ, സാക്കിർ ഉർ റഹ്മാൻ ലഖ്വി, ഇവരെ 3 പേര്, അതായത് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രകരും ലഷ്കർ-ഇ തോയ്ബ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാക്കളുമായിട്ടുള്ള ഈ 3 പേരെ വിട്ടുകിട്ടണമെന്നാണ് ഇന്ത്യ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നത്. ഇവർ 3 പേരും പാകിസ്ഥാനിൽ സുരക്ഷിതരാണ്, സർവ്വസ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നു. അവർ പറയുന്നു ഇവർ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, മറ്റു കാര്യങ്ങളൊക്കെയാണ് അവകാശപ്പെടുന്നത്. എത്രത്തോളം സാധ്യമാണ് നമുക്ക് ഈ ഭീകരവാദികളെ ഇങ്ങോട്ട് വിട്ടുകിട്ടാനായിട്ട്? അതായത് അതിന് പാകിസ്ഥാൻ തന്നെ വിചാരിക്കണം. ഇല്ലെങ്കിൽ അജ്ഞാതരാൽ വെടിയേറ്റവർ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 2 പേര് ഈയിടക്ക് അജ്ഞാതരുടെ ഇനി അജ്ഞാതരുടെ വെടിയേറ്റിട്ട് ഇവർ മരിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. കാരണം ഇന്നലെ നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള ഓരോ ആളിനെയും തേടി പിടിച്ച് കൊന്നിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ. ഒരാളെയും വെറുതെ വിടില്ല. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഒരാളെയും വിടില്ല. തേടി പിടിച്ച് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. വന്ന വെടിവെച്ച തീവ്രവാദികളെ തേടി പിടിച്ച് പുറകെ പോയി ചെന്ന് കണ്ടുപിടിച്ച് വെടിവെച്ച് കൊല്ലും. ഇന്ത്യയുടെ രീതി അതാണ്. അജിത് ഡോവലിൻ്റെ പ്ലാൻ അതാണ്. അത് മ്യൂണിക് ഒളിമ്പിക്സിൻ്റെ പറയുന്ന അന്ന് കൂട്ടക്കൊല, മ്യൂണിക് മസാക്കർ എന്ന് പറയും, ആ കൂട്ടക്കൊല നടത്തിയ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന ഭീകരവാദ സംഘടന ഈ പലസ്തീനിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ആ ഭീകരവാദ സംഘടനയിൽ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെയും 10-40 വർഷം എടുത്തിട്ടാണ് ഈ പറയുന്ന മൊസാദ് കൊന്നൊടുക്കിയത്. ഒരാളെ പോലും, അവസാനത്തെ ആളിനെ വരെ കൊന്നതിന് ശേഷമാണ് ഇവർക്ക് ഈ പറയുന്ന ഈ ഇസ്രയേലിലെ ഈ മൊസാദിൻ്റെ അംഗങ്ങൾക്ക് വിശ്രമം ഉണ്ടായത്. ആ രീതിയിൽ ഇന്ത്യ ഈ പറയുന്ന ഓരോ ഭീകരനെയും തേടി പിടിച്ച് അവൻ്റെ നെറ്റിയിൽ വെടിവെച്ച് കൊന്നിരിക്കും. സിന്ദൂരം ചാർത്തി തന്നെ കൊല്ലുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ പറയും, ഒരു കവിയുടെ കവിതയുണ്ട്, കുങ്കുമം എന്നാട് നെറ്റിയിലണിയിച്ചരുളുകമായിക മുക്തിപദം എന്ന് പറയും. ഗിരീഷ് പുലിയർ എഴുതിയ കാളിമയിലാട്ടം എന്ന് പറയുന്ന കവിതയിലുള്ള. അതുപോലെ തന്നെ അവർക്ക് മുക്തിപദം കൊടുക്കുക ഇന്ത്യയുടെ ലക്ഷ്യമാണ്. അത് അവരുടെ നെറ്റിയിൽ തന്നെ കുങ്കുമം ചാർത്തിക്കൊണ്ട് കൊടുക്കുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ഒരു പഴയ ജനറൽ ഒരിക്കൽ പറഞ്ഞതാണ്, ഭീകരവാദികളുടെ ലക്ഷ്യം ദൈവത്തെ കാണുക എന്നാണ്. ആ ദൈവത്തെ ഇവിടുന്ന് പലരും ഇപ്പോഴും ആക്ഷേപം ഉന്നയിക്കുന്നു, ഈ പഹൽഗാമിൽ അറ്റാക്ക് നടത്തിയ അവരെവിടെ?
ഇവിടെ ഈ നമ്മുടെ സൈനികർ എത്ര പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ടു, എത്ര വിമാനങ്ങൾ, എത്ര യുദ്ധോപകരണങ്ങൾ നമുക്ക് നഷ്ടമായി. ഇത്തരത്തിലുള്ള ആശങ്കകളാണ് ഇത്തരം ഒരു സംഗതികൾ ഉണ്ടാകുമ്പോഴും ഇവിടെ ഇത് എനിക്ക് തോന്നുന്നു ഖാർഗെയും രാഹുൽ ഗാന്ധി ചോദിച്ചതാണ്. ഇതേ ക്വസ്റ്റ്യനാണ് പാകിസ്ഥാൻ ചോദിക്കുന്നത്. പാകിസ്ഥാൻ അവിടെ ചോദിക്കുന്നത്, പാകിസ്ഥാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കെതിരെ നിങ്ങളുടെ രാജ്യത്ത് സംസാരിക്കാനായി ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുണ്ട്, ഖാർഗെ ഉണ്ട്, ഈ പറയുന്ന കോൺഗ്രസ് ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, ഈ പറയുന്ന ഉദ്ധവിൻ്റെ ശിവസേനയുണ്ട്. അങ്ങനെയുള്ള ഇത്രയും പാർട്ടികൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതാണ് ഇതിനകത്ത് വാസ്തവം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ വിദ്യുമാനം തകർന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് ഇന്ത്യ പറഞ്ഞേനെ. കാരണം ഇന്ത്യ എല്ലാ ഘട്ടത്തിലും നമുക്കുണ്ടായ നഷ്ടം എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന പാകിസ്ഥാൻ ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല. സ്വന്തം സൈനികരെ, വെടിയേറ്റ് മരിച്ച സൈനികരെ കഴുതപ്പുറത്ത് കൊണ്ടുപോയ ആൾക്കാരാണ്. മൃതദേഹം കഴുതപ്പുറത്ത് കൊണ്ടുപോയി ഭീകരരെ ആചാര വെടിവെച്ച് സൈനിക ബഹുമതികളോട് അടക്കി ആ കുടുംബത്തിന് 1 കോടി രൂപയും കൊടുക്കുന്ന ആൾക്കാരാണ്. പാകിസ്ഥാൻ്റെ നിലപാടതാണ്. ഏതായാലും പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായി, ഓപ്പറേഷൻ സിന്ദൂറും ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ പരാതിയും പരിഭവവുമായിട്ട് പാകിസ്ഥാൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും ലോകരാജ്യങ്ങളെല്ലാം തന്നെ, ഈ ഇന്നത്തെ ലോകക്രമം നിയന്ത്രിക്കുന്ന വമ്പൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് പിന്നിൽ അണിനിരന്ന ഒരു കാഴ്ചയും ഉണ്ടായി. അപ്പോൾ ഇനി പരമാവധി സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു പാകിസ്ഥാൻ്റെ ലക്ഷ്യം. പക്ഷേ അത് തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ചീറ്റി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.